ഹായ് ഫ്രണ്ട്സ്, നിയോഗത്താലിക്ക് ശേഷം അടുത്ത കഥ തുടങ്ങുവാണ്. സ്വപ്നം പോലെ എന്നാണ് കഥയുടെ പേര്. ഇവിടെ നിയോഗത്താലിക്ക് ശേഷമാണ് ഞാൻ തുടങ്ങുന്നതെങ്കിലും ഞാൻ ആദ്യമായി എഴുതിയ കഥ സ്വപ്നം പോലെയാണ്. സ്വപ്നം പോലെയ്ക്ക് ശേഷമാണ് നിയോഗത്താലി എഴുതിയത്. അതുകൊണ്ട് തന്നെ ആദ്യമായി എഴുതിയതിൻ്റെ എല്ലാ പോരായ്മകളും സ്വപ്നം പോലെ എന്ന കഥയ്ക്കുണ്ടാകും. അതൊക്കെ ക്ഷമിച്ച് കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തുടങ്ങാം അല്ലേ? സ്വപ്നം പോലെ ഭാഗം 1. ബസ് സ്റ്റോപ്പിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴേക്കും ഇന്ന് വല്ലാതെ മടുപ്പ് തോന്നിയിരുന്നു. രാവിലെ മുതൽ പിള്ളേരോട് വായിട്ടലച്ചും ബസ്സിലെ ഇടിയും കുത്തും ഒക്കെ കൂടി മടുത്തു പോയൊരു ദിവസം. ഒന്ന് റീഫ്രഷ് ആവാൻ ബസ് ഇറങ്ങിയ പാടെ മധുവേട്ടൻ്റെ കടയിൽ കയറി ഒരു പാക്ക് തേൻമിഠായിയും വാങ്ങി അതും തിന്നുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് 15 മിനിറ്റ് നടത്തമുണ്ട് വീട്ടിലേക്ക്. എന്തോ ഈ നടത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന അതേ വഴി ഓർമ്മകളുമായി വിറക്കി ആടിപ്പാടി വരുമ്പോഴാണ് മുന്നിലൂടെ ഒരു ബൈക്ക് തൊട്ടില്ല എന്ന മട്ടിൽ പോയത്. പെട്ടെന്നായതുകൊണ്ട് ഞാൻ പേടിച്ചുപോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ ബൈക്കിൻ്റെ പുറകിലിരുന്ന ആളെ കണ്ട് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അവനെ കാണുന്നതേ എനിക്ക് കലി കയറും. കണ്ണുകൾ ഇടഞ്ഞതും അവൻ എന്നെ നോക്കി ഒരു വഷളൻ ചിരി ചിരിച്ചു. എന്തോ അവൻ്റെ മുഖം ഇപ്പോൾ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. എന്നെ വേദനിപ്പിച്ച വ്യക്തി, എൻ്റെ വിശ്വാസം തകർത്തവൻ, എൻ്റെ ജീവിതം ഇങ്ങനെ നിലയില്ലാ കയത്തിലാക്കി തീർത്തവൻ. മുഖം തിരിച്ച് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഞാൻ മുൻപോട്ട് നടന്നു. അപ്പോഴും പിന്നിൽ നിന്ന് അവൻ്റെ ചൂളം വിളി കേൾക്കാം. അമ്മേ, ചായ എടുത്തേ, തല വേദനിച്ചിട്ട് വയ്യ, നല്ല കടുപ്പത്തിലെടുത്തോളൂ കേട്ടോ. ബാഗ് സോഫയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു. നേരെ ബാത്റൂമിലേക്ക് വെച്ചു പിടിച്ചു. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചൂട് ചായ റെഡി. അതും ഊതിക്കുടിച്ചുകൊണ്ട് അച്ഛൻ്റെ റൂമിലേക്ക് നടന്നു. കണ്ണും തുറന്ന് കട്ടിലിൽ കിടപ്പുണ്ട് ആൾ. കുറച്ചു നാളായി വളരെ സൈലൻ്റാണ്. പണ്ടത്തെ പ്രസരിപ്പൊക്കെ പോയി. എല്ലാം ആ തെണ്ടി കാരണം. ഓർക്കും തോറും ദേഷ്യം ഇരച്ചു കയറുന്നു. അച്ഛൻ ഇന്ന് പുറത്തേക്കൊന്നും പോയില്ലേ? കേസൊക്കെ കഴിഞ്ഞില്ലേ അച്ഛാ? ഇനിയും ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കല്ലേ? ഈ ചീള് കേസിനൊക്കെ ഇങ്ങനെ ആരെങ്കിലും സെഡാവുമോ? ഞാനാണേ പോട്ട് പുല്ല് എന്ന് പറയും. എഴുന്നേറ്റ് വാ അച്ഛാ, ഒന്നുമില്ലല്ലോ, അച്ഛനൊരു കൊച്ചു സഖാവല്ലേ. അതും പറഞ്ഞ് അച്ഛൻ്റെ കൈ പിടിച്ചു വലിച്ചു. അതോടെ അച്ഛൻ പതുക്കെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ഹേയ്, കേസൊന്നും അല്ലടാ എൻ്റെ സങ്കടം. നമ്മുടെ ഹരി എനിക്കെതിരെ കേസ് കൊടുത്തു എന്നതാണ് എൻ്റെ വിഷമം. 2 പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായാലും അവനെ കൊല്ലാൻ ഞാൻ കൂട്ടു നിൽക്കുമോ? അവന് നമ്മളെ അറിഞ്ഞൂടരാ. അച്ഛൻ സങ്കടത്തോടെ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ കലങ്ങി തുടങ്ങി. നിങ്ങളെല്ലാവരും ഈ വീട്ടുമുറ്റത്തല്ലേ കളിച്ചു വളർന്നത്. എന്നിട്ടും അവൻ ഒന്നിനുമില്ലാതെ എന്നെ കൂടെ എന്തിനതിൽ പെടുത്തി? അതാണ് മോളെ എൻ്റെ സങ്കടം. ഇനിയും എന്തൊക്കെയോ വരാനിരിക്കുന്ന പോലെ ആകെ ഒരു ഭയം വന്ന് മൂടുന്ന എനിക്ക്. നെഞ്ചൊക്കെ തടവിക്കൊണ്ട് അച്ഛൻ പറയുമ്പോൾ അതിനേക്കാൾ വേദന എനിക്കുള്ളിൽ വർദ്ധിച്ചു. നെഞ്ചാകെ നീറും പോലെ. അച്ഛൻ പറഞ്ഞതുപോലെ ഇനി എന്തെങ്കിലും ആപത്ത് വരുമോ? ഇനി എന്ത് വരാൻ? എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഞാനൊന്ന് നെടുവീർപ്പിട്ടു. എനിക്കറിയാം അവൻ എന്നെ കുരുക്കാൻ കൊഴിച്ച കുഴിയാണിത്. അതിൽ ഞാൻ കുരുങ്ങി. അവന് വേണ്ടതവൻ നേടി. കണ്ണുനീര് നിറഞ്ഞ് മിഴി മൂടിയപ്പോൾ അച്ഛൻ കാണാതെ കണ്ണു തുടച്ചു. അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കാൻ വയ്യ, ഒട്ടും വിഷമിപ്പിക്കാൻ വയ്യ. ഇനി എന്ത് സംഭവിക്കാനാ അച്ഛാ? ഹരിയേട്ടൻ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതല്ലേ? അതുകൊണ്ടല്ലേ അതറിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ്റെ പേര് കേസിൽ നിന്നും ഒഴിവാക്കിയത്? ഹരിയേട്ടൻ തന്നെ അച്ഛനോട് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? വന്നേ, ചായ കുടിച്ചേ വേഗം. ഇതിൻ്റെ പേരിൽ അച്ഛൻ ചടഞ്ഞുകൂടിയിരിക്കുന്നത് ഇനിയും കാണാൻ വയ്യ എനിക്ക്. അച്ഛനെ എഴുന്നേൽപ്പിച്ച് റൂമിൻ്റെ വെളിയിലേക്ക് കൊണ്ടുവന്നു. നല്ലൊരു ചായയും കുടിപ്പിച്ച് അച്ഛനെ നേരെ ക്ലബിലേക്ക് പറഞ്ഞു വിട്ടു. കൂട്ടുകാരോടൊപ്പം സംസാരിച്ചിരിക്കുമ്പോൾ ഉള്ളിലുള്ള ആദ്യമൊക്കെ അങ്ങ് മറന്നോളൂ. അമ്മ പിന്നെ പേടിക്കണ്ട, ആൾ സ്ട്രോങ് ആണ്, ചീറ്റപ്പുലി. അനിയൻ ചോട്ട ആയതുകൊണ്ട് തന്നെ പിന്നെ അവന് ഇതിനെക്കുറിച്ചൊന്നും വലിയ ചിന്തകളുമില്ല.
എല്ലാ ചിന്തയും ആദ്യം എനിക്കല്ലേ. യഥാർത്ഥ സത്യം അറിയുമ്പോൾ യഥാർത്ഥ സത്യങ്ങളൊക്കെ ഇവരറിയുമ്പോൾ എന്താവും സംഭവിക്കുക? അച്ഛൻ്റെ സങ്കടം, അമ്മയുടെ വെറുപ്പ്, അനിയൻ്റെ അവഗണന എല്ലാം ഞാൻ നേരിടേണ്ടി വരും. ഹരി, അവൻ്റെ വാശിക്ക് നശിച്ചത് എൻ്റെ ജീവിതമാണ്, എൻ്റെ സ്വപ്നങ്ങളാണ്, എൻ്റെ പ്രണയമാണ്. എല്ലാം കൈവിട്ടുകൊണ്ട് ഞാൻ നേടിയത് അച്ഛനെയാണ്. അവൻ കുരുക്കിയ കുടുക്കിൽ നിന്നും രക്ഷിക്കാൻ എന്നെ തന്നെ അവന് നൽകേണ്ടി വന്നു. ഇനി മുൻപോട്ടെന്ത് അറിയില്ല. അവൻ്റെ ചിലന്തി വലയിൽ അകപ്പെട്ട ഇരയാണ് ഞാൻ. സമയമാകുമ്പോൾ പൂർണ്ണമായി അകത്താക്കാൻ വെച്ച ഇര. ഓരോ നിമിഷവും അവൻ എന്നെ ഭയപ്പെടുത്തി വേട്ടയാടിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയമില്ല. എന്തും നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തി. രാത്രി ലെക്ചർ നോട്ട് തയ്യാറാക്കിയ ശേഷം നെറ്റ് ഓൺ ചെയ്ത് FB നോട്ടിഫിക്കേഷൻസ് നോക്കി. രാഹുലിൻ്റെ മെസ്സേജസ് വന്ന് കിടപ്പുണ്ട്. PG ചെയ്യുമ്പോൾ കൂടെ പഠിച്ചവനാ, എന്തിനും ഏതിനും കൂടെ ഉണ്ടായവൻ, ശരിക്കും ഒരു കൂടപ്പിറപ്പ്. കുറച്ചു ദിവസമായി അവനെ മൈൻഡ് ചെയ്തിട്ട് മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഇപ്പോൾ അല്പം ധൈര്യമൊക്കെ വന്നു. അവൻ്റെ പരിഭവങ്ങളാണ് മെസ്സേജുകളായി ചാറ്റ് ബോക്സ് നിറയെ. അവനുമായി ചാറ്റ് ചെയ്ത് ആളെ ഒന്ന് ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ തെണ്ടിയുടെ മെസ്സേജ് വന്നത്. ചുണ്ട് ചുളുക്കിക്കൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി. എന്താണ് മോളെ നട്ടപ്പാതിരക്ക് ഓൺലൈനിൽ? ലൈൻ വല്ലതും ഉണ്ടോ? ഉണ്ടേൽ പറയിട്ടോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. സുഖുവേട്ടനോട് പറഞ്ഞ് കല്യാണം വരെ സെറ്റാക്കി തരാം. ചേട്ടൻ്റെ ഹോൾഡൻ്റെ മോൾക്ക് നല്ലോണം അറിയാലോ അല്ലേ അല്ലേ? ചെറ്റ, എന്നെ ആക്കിയതാണ്. പോടാ വട്ടി. ഞാൻ തിരിച്ചയച്ചു. തിരിച്ചു പറയാൻ ഇതിലും നല്ല മറുപടി അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. അല്ല പിന്നെ ദാ അപ്പോഴേക്കും റിപ്ലൈയും വന്നു. ഡി മോളെ, എന്നോടധികം കളിക്കണ്ട. ചേട്ടാ എന്ന് നീട്ടി വെളിയടി പൊന്നു മോളെ. ഇല്ലേലേ ഈ രാത്രി തന്നെ നിൻ്റെ വീട്ടിലെ കിടത്തം നിർത്തി തരും ഞാൻ. പിന്നെ നീ ഇവിടെ എൻ്റെ ബെഡിൽ എൻ്റെ കൈക്കുള്ളിൽ ഞാൻ തൊട്ട് തലോടി. പിന്നെ ചേട്ടൻ എല്ലാം അങ്ങ് ചെയ്യും കേട്ടോടി പുന്നാര മോളെ അമ്മിക്കുട്ടി. മെസ്സേജ് വായിച്ചതും എനിക്ക് ഉച്ചയിൽ നിന്ന് അങ്ങ് പെരുത്ത് കയറി. അമ്മിക്കുട്ടി തൻ്റെ മറ്റവളാ ചേട്ടാ. ഓ സോറി ചേട്ടാ. അവൻ്റെ അമ്മൂമ്മയുടെ ഒരു അമ്മിക്കുട്ടി. അല്ല പിന്നെ രാത്രി മനുഷ്യന് മനസമാധാനം തരൂല തെണ്ടി. അവൻ്റെ കാമുകിക്ക് മെസ്സേജ് അയച്ചാൽ പോരെ? അവളോട് കിന്നാരം പറഞ്ഞ് കിടന്നുറങ്ങുന്നതിന് പകരം അവിഹിതത്തിന് ഇറങ്ങിയിരിക്കുന്നു നാറി. നല്ല 4 ചീത്ത വാക്ക് നാവിൽ വരുന്നില്ലല്ലോ എൻ്റെ മുത്തപ്പാ. അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അതാ വീണ്ടും മെസ്സേജ് ഇട്ടോ. കേട്ടപ്പോൾ തന്നെ മനസ്സിലായി റിപ്ലൈ വന്നു. മോളെ അമ്മിക്കുട്ടി, എൻ്റെ സുന്ദരി ഗീത നിന്നെപ്പോലെ തടിച്ച് പോത്തല്ലടി. സ്ലിം ബ്യൂട്ടി. അവളോട് ഞാൻ എന്തിനാടി തോന്നിയാസം പറയുന്നേ? അവൾ എന്നും എൻ്റെ അല്ലേ? നീയല്ലടി എൻ്റെ അവിഹിതം. അപ്പം നിന്നോടല്ലേ ഇതൊക്കെ പറയണ്ടേ? അവളെൻ്റെ മുത്തല്ലേ? അവളെ ഞാൻ കെട്ടിക്കഴിഞ്ഞ് സ്നേഹിച്ചോളാം, നിന്നെ കെട്ടുന്നതിന് മുൻപേയും. സംസാരിക്കുമ്പോൾ അവനിൽ നിന്നൊരു പുളിച്ച ചിരി കൂടി പുറത്തു വരുന്നുണ്ട്. ദേഷ്യത്തിനപ്പുറം കണ്ണ് നിറയുന്നുണ്ടെങ്കിലും ഞാനൊന്നും മിണ്ടിയില്ല. എന്താണ് അമ്മിക്കുട്ടി, നിൻ്റെ മിണ്ടാട്ടം മുട്ടിയെങ്കിൽ ഞാൻ സമയം പോലെ നേരെയാക്കി എടുത്തോളാട്ടാ. ഇപ്പോൾ ഇച്ചിരി തിരക്കുണ്ട്. അപ്പോൾ ചേട്ടൻ പോട്ടടി മുത്തേ. നാളെ മോർണിംഗ് ഒരു പാർട്ടി മീറ്റിംഗ് ഉണ്ട്. സോ ഗുഡ് നൈറ്റ്. മോള് ചേട്ടനെയും സ്വപ്നം കണ്ട് ഉറങ്ങിക്കോട്ടാ. അതോടെ ആ FB ചാറ്റ് അവസാനിച്ചു. ഞാനൊന്ന് നീട്ടി ശ്വാസം എടുത്ത് വിട്ട് നിറഞ്ഞ കണ്ണുകൾ പതിയെ തുടച്ചു തുടങ്ങി. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. അറിയാത്ത നമ്പറാണ്. ഒന്ന് മടിച്ചെങ്കിലും നിർത്താതെ റിങ് ചെയ്തപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തു ചെവിയിൽ വെച്ചു. മോളെ അമ്മിക്കുട്ടി, നീ ചേട്ടൻ്റെ നമ്പർ അങ്ങ് ബ്ലോക്ക് ആക്കിയല്ലടി വീണ്ടും? എന്തിനാ വെറുതെ വേണ്ടാതെ പണിക്ക് നിൽക്കുന്നത് പൊന്നെ? നിനക്കെന്നെ നല്ലോണം അറിയാലോ. എന്നെ ഇതുപോലെ ബ്ലോക്ക് ചെയ്താൽ ഞാൻ വേറെ നമ്പറിൽ നിന്ന് വിളിക്കും. എന്ത് ചെയ്താലും ഞാൻ നിന്നെ വിട്ടുപോവില്ല. അപ്പം പിന്നെ വെറുതെ എന്നെക്കൊണ്ട് എന്തിനാടി ഡെയിലി ന്യൂ സിം എടുപ്പിക്കുന്നത്?
അതുകൊണ്ട് പൊന്നുമോള് വേഗം മറ്റേ നമ്പറിലെ ബ്ലോക്ക് മാറ്റിക്കോ. അതല്ല, മാറ്റില്ല എന്നാണെങ്കിൽ ഞാൻ നാളേക്ക് ചെയ്യാൻ വെച്ചത് ഇന്നേ അങ്ങ് ചെയ്യും. അറിയാലോ എന്നെ, വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ചേട്ടൻ വെക്കുകയാണേ, ബ്ലോക്ക് മാറ്റിയേക്കണം. പിന്നെ ചേട്ടന് വേണ്ടി മോള് നല്ലോണം പ്രാർത്ഥിച്ചോ. നാളെ നിനക്കൊരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഗുഡ് നൈറ്റ് അമ്മിക്കുട്ടീസ്. കോൾ കട്ടായെങ്കിലും അവൻ്റെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ബ്ലോക്ക് വേഗം തന്നെ മാറ്റി. അവൻ എന്തേലും ചെയ്താൽ, സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ തകരുന്നത് എൻ്റെ അച്ഛനാണ്. വയ്യ ഒന്നിനും. ഒന്നും വേണ്ടായിരുന്നു. ആലോചിക്കാതെ ഓരോന്ന് ചെയ്തു കൂട്ടി വീട്ടുകാർക്ക് അപമാനമുണ്ടാക്കി വെച്ചു. ആരെന്ത് നേടി? ഒന്നും നേടിയില്ല, നഷ്ടങ്ങൾ മാത്രം. അച്ഛനെ രക്ഷിക്കാൻ പറ്റി, അതെങ്കിലും തന്നെ കൊണ്ട് സാധിച്ചല്ലോ. വീണ്ടും മനസ്സിന് വേദന നിറയുന്നു. ഞാൻ അവൻ്റെ മുന്നിൽ വെറും ശരീരം മാത്രമാണ്, വിലപേശി നേടിയ വസ്തു. എത്ര നാൾ രക്ഷപ്പെടും? എത്ര നാൾ മറച്ചു വയ്ക്കും? ഒരു നാൾ ആ വലയിൽ കിടന്നു ഞാൻ പിടഞ്ഞു മരിക്കും. ചിന്തകൾ തലയിൽ ചിതൽപുറ്റുപോലെ പടർന്നുകൊണ്ടിരുന്നു. ഏറെ നേരം കിടന്നിട്ടും ഉറക്കം കണ്ണുകളെ തീണ്ടിയതേയില്ല. എന്നിട്ടും ഞാൻ കണ്ണുകൾ അടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. തുടരും. അപ്പോൾ പുതിയ കഥ തുടങ്ങി വെക്കുകയാണേ. ആദ്യത്തെ ലൈൻസൊക്കെ കണ്ട് പേടിക്കേണ്ട നല്ല അടിപൊളി ലവ് സ്റ്റോറിയാണ്. ഈ വില്ലൻ ഹരി എങ്ങനെ മാറി നായകൻ ഹരിയാവുമെന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത പാട്ടുമായി നാളെ. നിയോഗത്തിന് തന്ന അതേ സപ്പോർട്ട് എൻ്റെ സ്വപ്നത്തിനും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നാളെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.